പാട്ടും കൂത്തും. അടക്കോതുക്കുള്ള പെണ്ണുങ്ങളാരും തറവാട്ടിൽ പാട്ടും കൂത്തായി കഴിയില്ല. പാട്ട് പാടുന്നത് തറവാട്ടുകാർക്ക് അപമാനമാണ് പാപ്പ. എന്താ സംശയം? അപമാനം തന്നെ. ഇത്ര തരംതാഴ്ന്നാണ് ഈ വർഗമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല. ഗതികേടിന് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഇനി അനുഭവിക്കാൻ നിവൃത്തിയുള്ളൂ. ഗതികേടെന്ന് കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു. ആർക്കാണ് പാപ്പ ഗതികേട്? തറവാട്ടുകാരനായ അലിയാർ കുഞ്ഞിന്റെ മരുമകളായിട്ട് ജീവിക്കാൻ വന്ന ഇവളുടെ ജീവിതം ഒരു വേലക്കാരിയേക്കാൾ കഷ്ടമാണ്. കുറെ നാളായിട്ട് ഞാനിത് കാണുന്നു, സഹിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ അത് തെളിച്ചു പറ. ഞാൻ അവിടെ മൊഴി ചൊല്ലിയേക്കാം. അവൾ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോട്ടെ. ഇപ്പൊ നീ പറഞ്ഞതാണ് അതിന്റെ പേര്. ഇവിടെ മൊഴി ചൊല്ലി നീ മറ്റൊരു കല്യാണം കഴിക്കണം. എന്നെ കൊണ്ട് ഇനി ഒരു കല്യാണം കൂടി കഴിപ്പിക്കാനോ? എന്തിനാ? ഈ തറവാട്ടിലെ കുഞ്ഞിക്കാല് കാണാൻ. ഞാൻ സമ്പാദിച്ച സ്വത്തെല്ലാം കണ്ണെ കണ്ട പട്ടികൾക്ക് തിന്നാൻ എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ. താഹിറയില്ലേ? അവൾക്ക് കുട്ടികളില്ലേ? അവളുടെ കുട്ടികൾ ഏത് തറവാട്ടിൽപ്പെട്ടവരാ? നിനക്കൊരു കുഞ്ഞുണ്ടായാലേ ഈ തറവാട് നിലനിൽക്കും. ഞാൻ രണ്ടാം കെട്ട് കെട്ടിയിട്ട് അവളും പ്രസവിച്ചില്ലെങ്കിലോ? മൂന്നാമതും കെട്ടണം അല്ലേ? ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്ത ഉമ്മുവിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? ആ, നമുക്കൊരു ഡോക്ടറെ കാണാം. കല്യാണത്തിന് മുമ്പല്ലായിരുന്നു അത് വേണ്ടിയിരുന്നത്. ഉമ്മു പ്രസവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ മൊഴി ചെല്ലില്ല. അപ്പോ നേരത്തെ മൊഴിയല്ല നിക്കാ പറഞ്ഞത്? ബാപ്പെ കളിയാക്കിയതാണല്ലേ? കുറച്ച് ദിവസങ്ങളായി നീ പോകുന്ന വഴി ശരിയല്ല. എന്നെ ധിക്കരിച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. ഈ കലഹത്തിനൊക്കെ കാരണം ഈ രണ്ടും കെട്ടവളാ. നശൂലം പിടിച്ച ശൈത്താൻ. എന്നെ അങ്ങനെ വിളിക്കരുത്. എന്താടി വിളിച്ചാൽ ആ വാക്കുകളൊക്കെ എന്റെ നാവിലും വരും. എന്തു പറഞ്ഞേ? നീ എന്നെ രണ്ടും കെട്ടവളെന്ന് വിളിക്കുന്നോ? ശൈത്താനെന്ന് വിളിക്കുന്നോ? അതോ താഹിറുടെ പോക്കുണ്ടല്ലോ, അതെങ്ങോട്ടാണെന്ന് റബ്ബിനെ അറിയൂ. അവളിങ്ങനെ കയറൂരി വിട്ടാ പറ്റൂല. നിങ്ങൾ അവളെ ഒന്ന് വിളിച്ചു ഉപദേശിക്കൂ. അതിന് മാത്രം അവൾ എന്ത് തെറ്റി എന്നാ നീ പറയുന്നത്? ഒരു കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനും ഉമ്മോ ഈ വീട്ടിൽ നിന്ന് പോവാണ്. എങ്ങോട്ട്? നിശ്ചയമില്ല. മോർണിംഗ് ഖമറു. എന്തിനാണ് തടയുന്നത്? പോകാനാണ് ഇഷ്ടമെങ്കിൽ പോകട്ടെ. എത്ര നാളത്തേക്കാണ് ഈ പോക്കെന്ന് എനിക്കൊന്നറിയണം. മോനെ, നീ പോവരുത്. ഇല്ല ഉമ്മ. ഉമ്മു പാവപ്പെട്ടവളാണ്. ചായക്കടക്കാരന്റെ മകളാണ്. അന്തസ്വാഭിജാത്വം ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവളാണ്. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത തറവാട്ടിൽ നിന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടാൻ നിങ്ങൾ കുറെ ശ്രമിച്ചതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? എല്ലാ സുഖങ്ങളും തേച്ച് എനിക്ക് വേണ്ടി രാപകൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും വേണ്ടി വന്നെത്തിയവളാണ് ഉമ്മു. ഇവളെ ഞാൻ മൊഴിയില്ലാത്തടത്തോളം കാലം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. ഉമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ പോട്ടെ ഉമ്മ. വാ. ഞാൻ പോകുന്നമ്മായി. ബാപ്പാടെ വാക്ക് കേൾക്കാൻ തയ്യാറില്ലാത്തവര് ബാപ്പാടെ പെട്ടിയും കൊണ്ട് പോണേ എന്തിന്? കല്യാണ സാർ സന്തോഷമായില്ലടി. ഇതാണ് ഞങ്ങളുടെ വീട്. വരൂ. ഉമ്മ, ഉമ്മ,
ഉമ്മ ഇരിക്കൂ. ഉമ്മ ഘോജരാജാവായ തമ്പുരാനെ, ധാരായി വന്നേക്കുന്നത്. ഉമ്മ മോളെ ആരിഫ, ദേ ഒന്നിഞ്ഞു വന്നേ. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ കെനാ കണ്ടു. ഇപ്പൊ ദേ നേരെ കാണാനും കഴിഞ്ഞു. പടച്ചോന്റെ ഒരു ഹിക്കുമത്തേ. ആരിഫ, ദേ നോക്ക് ആരാ വന്നിരിക്കുന്നെന്ന്. വാ മോളെ. എന്നെ അറിയോ? കണ്ടപ്പോ തന്നെ മനസ്സിലായി. റസാക്കയുടെ ഭാര്യയല്ലേ? ആ, പേര് ആരിഫാന്ന്. മോളെ, ഇവളാണോ ഉമ്മു കുൽസു? ഞാനിവളെ കുഞ്ഞുമൂന്നേ വിളിക്കൂ. അസ്സലാം അലൈക്കും. വഅലൈക്കും സലാം. നിങ്ങൾ ഓട്ടോറിക്ഷ വരുന്ന വഴി വെച്ച് കണ്ടെന്ന് റസാക്ക് പറഞ്ഞു. അയൽവാസിയാ. അപ്പൊ നിങ്ങൾ സംസാരിക്കാം, ഞാൻ ഇപ്പൊ വരാം. വായിരിക്കും. എന്നും ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നു. കാണണമെന്ന് ആശിക്കും. എന്നാണ് പടച്ചൻ എനിക്കതിന് വിധിയാക്കിയത്. ബാപ്പാ, എന്താ മോളെ? പുതിയാപ്പിള എന്താ ഇവിടെ വരാത്തെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കുന്നു. ആ, ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി 2-3 ആഴ്ച കഴിഞ്ഞ് പോയാ മതി. എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. കേട്ടേക്കാ, കൗർദിന് 2-3 ആഴ്ച കഴിഞ്ഞേ പോകൂ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവിടെ പുതിയാപ്പിളയും പുതുപ്പെണ്ണും വന്നിരിക്കല്ലേ, കുറച്ച് ഇറച്ചിക്കറി കൊണ്ട് കൊടുക്കാം. എടുത്തു. അങ്ങനെ ഇക്കയുടെ കൂടെ എനിക്കും പോരേണ്ടി വന്നു. ഏതായാലും റബ്ബ് കാത്തു. ചോറായില്ലേ അലീമ? ഈ മീനൊന്ന് പൊരിച്ചോട്ടെ, ഇപ്പൊ തരാം. പിന്നെ കേട്ടോ വർത്തമാനം? ഉമ്മും കെട്ടിയനും വഴക്കിട്ടാത്രേ പോന്നിരിക്കുന്ന. അവരിനി അങ്ങോട്ട് പോകുന്നില്ല എന്ന്. ഏതായാലും നന്നായി, നമുക്ക് 8-10 ഇല്ലല്ലോ. അവർ ഉടുതുണിക്ക് മറുതുണിയും ഇല്ലാതെയാ വന്നിരിക്കുന്നത്. അവർക്ക് മാറ്റാൻ എന്തെങ്കിലും വാങ്ങണം. നോക്കട്ടെ. അമ്മായി തന്നേച്ചതാ, പൊരിച്ചിറച്ചിയ. വിരുന്നുകാരുള്ളതല്ലേ എന്റെ ഉമ്മ. ആ മോളുക. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ്. അല്ല, ഇത് വിൽക്കാൻ പോവേണ? കച്ചവടം ഇല്ലാത്ത പീടികയിൽ എന്തിനാ ഫ്രിഡ്ജ്? എനിക്കാണെ കുറച്ച് പണത്തിനും ആവശ്യമുണ്ട്. ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും, പിന്നെ ഡെസ്ക്, പിന്നെ ബെഞ്ച്. അങ്ങനെ വിറ്റ് 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 ഒടുക്ക ഇക്ക എന്നെയും വെക്കും. എന്താണ് നോക്കണത്? ഞാൻ പറഞ്ഞ നേരല്ലേ? ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സൂക്ഷിക്കേണ്ടു. പണം ഇല്ലാതെ എങ്ങനെയാ കച്ചവടം ചെയ്യുക? കച്ചവടം എന്തേ ഇല്ലാണ്ടായി? കടയിൽ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട്. സാധനം വിറ്റ് കാശല്ല ഉണ്ടാക്കിയത്. ഇത്രയും കനമുള്ള ഒരു പറ്റുവര പുസ്തകം ഒലക്കട മൂടി. കടം കൊടുക്കാണ്ട് കച്ചവടം നടക്കുവോ? നടക്കും. ഇക്കാരെ കൊണ്ട് പറ്റൂല. വേണമെങ്കിൽ കോയ നടത്തി കാണിക്കാരാ. അസ്സലാമു അലൈക്കും. വാ അലൈക്കും അസ്സലാം. ഞാൻ അമീദിനെ വീട്ടിൽ അന്വേഷിച്ചു. ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. എന്താ വിശേഷിച്ച്? ഒരു കാര്യം പറയണ്ട വന്നാട്ട്. ഇങ്ങോട്ട് വാ. എന്താണ് ഇവിടെ നിക്കണത്? ഇപ്പൊ ഇതൊന്നും വിൽക്കണില്ലല്ല. നാളെ പോലെ ഞമ്മളിവിടെ കച്ചവടം തുടങ്ങാൻ പോവാണ്. വിൽക്കണില്ലേ? വേണ്ട, എന്റെ കാശ് എന്റെ പോക്കറ്റ് കിടക്കൂലോ. സാധനം വിടയും കിടക്കും. താൻ തന്റെ പാട്ടിന് പോടോ.
വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മരുമോനെ ഒരു നിലയിലും ഹമീദ് വേദനിപ്പിക്കരുത്. ഗതി കെട്ടാണോ വന്നിരിക്കുന്നത്. പിന്നെ ചെലവിനൊക്കെ കുറെ ഞെരുക്കങ്ങൾ കണ്ടിരിക്കും. ഹമീദ് ഒന്ന് ഉറപ്പിച്ചോ, നിങ്ങളുടെ പുരയിൽ തീപ്പുക പൊങ്ങിയിട്ട് എന്റെ പുരയിൽ അടുപ്പ് പുകയും. ദാ, ഇതിരിക്കട്ടെ. വേണ്ട മുസ്തഫ, വീടിന്റെ കടം തീർക്കാൻ നിങ്ങൾ സഹായിച്ച 4000 രൂപ തന്നെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇനിയും ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മൾ തമ്മിൽ എന്തിനാ വിളിച്ചു കളി? നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലേ? എടോ ഭ്രാന്ത, താനെന്തിനാ ഇപ്പൊ കരയുന്നത്? അയലോക്കാരായാൽ ഇതൊക്കെ പതിവാ. പണ്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഞാൻ തന്നെ ഇറച്ചി വെട്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടത്. തേങ്ങാക്കൊല ഒന്ന് കളയടോ. ആലാക്കിന്റെ അവലും കഞ്ഞിയും. എന്തു വാങ്ങാനേക്കാ? കമറുദ്ദീനും ഉമ്മൂനും കുറച്ച് തുണി വാങ്ങാനാ. വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ദാ. ആരിഫ പറഞ്ഞു അവർക്ക് വേറെ ഡ്രസ്സുകളൊന്നുമില്ലെന്ന്. മുസ്തഫ കുറച്ച് പണം തന്നല്ലോ. പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. മാമയ്ക്കറിയൂ കമറുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എനിക്കൊന്നും അറിയണ്ട. ഇവിടെ നരകമാണെന്നും പറഞ്ഞ് എന്നെ ധിക്കരിച്ചുകൊണ്ട് സ്വർഗം തേടി പോയാനാണ് അവൻ. എത്ര നാളായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. അവനെ പോയി ഒന്ന് വിളിച്ചോണ്ട് വരാൻ. മോനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെങ്കിലേ പൊയ്ക്കോ ആ ചായക്കടക്കാരന്റെ വീട്ടില്. എല്ലാവരും കൂടി സുഖമായിട്ട് അവിടെ താമസിച്ചു. മാമയ്ക്ക് ഇത്രയും പിടിവാശി പാടില്ല. ആണുങ്ങൾ കെട്ടിയുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് കഴിയുന്നത് അന്തസ്സുള്ളവർക്ക് യോജിച്ചല്ല. അതുകൊണ്ടായിരിക്കും ഇക്ക ഇവിടെ താമസിക്കാത്തത്. എന്താ സംശയം? കമറുദ്ദീൻ ആദ്യമായി ഇവിടെയൊക്കെ വന്നതല്ലേ. നാളത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്താ? റസാക്കെ, നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. പക്ഷേ എനിക്ക് തനിച്ച് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോകാറില്ല. മറ്റാരെയും ഞാൻ ക്ഷണിക്കുന്നില്ല. നമ്മൾ 2 വീട്ടുകാർ മാത്രം. ശരി. അളയൻ ഇറങ്ങി പോകുന്നതിൽ ഉമ്മാക്ക് വലിയ വിഷമമുണ്ട്. അളയന്റെ കാര്യം പറഞ്ഞ് ഉമ്മ ഒരുപാട് കരഞ്ഞു. അളയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉമ്മ 2000 രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതാ. ഇതും നടന്തറയിലെ അലിയാർ കുഞ്ഞിന്റെ പണമല്ലേ? എനിക്ക് വേണ്ട.